സോളാർ കേസിലെ തുടർ പ്രതിരോധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ UDF യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കെ ബാബുവിന്റെ രാജി സ്വീകരിക്കേണ്ടെന്ന തീരുമാനവും യോഗത്തിലുണ്ടായേക്കും. സോളാർ വിഷയം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം അഴിച്ചുവിടുന്ന പ്രചരണങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിനുള്ള പദ്ധതികളും യോഗം ചർച്ച ചെയ്യും. സരിതയുടെ മൊഴിയെ ചൊല്ലി കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് മുന്നണിയെ സംരക്ഷിക്കുന്നതിനുള്ള തീരുമാനങ്ങളെടുക്കാൻ UDF യോഗം ചേരുന്നത്. തൃശൂർ വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതി സ്റ്റേ നൽകിയത് സർക്കാരിന് വലിയ ആശ്വാസം നൽകിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന യോഗം മുഖ്യമന്ത്രിക്കും ആരോപണ വിധേയരായ മന്ത്രിമാർക്കും പൂർണ്ണ പിന്തുണ നൽകും. ആരോപണങ്ങളെ തുടർന്ന് ആശങ്കയിലായ ഘടകകക്ഷികളുടെയും കോൺഗ്രസിലെ തന്നെ നേതാക്കളുടെയും സംശയങ്ങൾ തീർക്കുന്നതിനുള്ള ചർച്ചകളും യോഗത്തിലുണ്ടാകും. കെ ബാബുവിന്റെ രാജിക്കാര്യത്തിലും യോഗം തീരുമാനം കൈക്കൊള്ളും. ബാബുവിനെതിരായ തൃശൂർ വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതി സ്റ്റേ നൽകിയ സാഹചര്യത്തിൽ ബാബു രാജിവെക്കേണ്ടതില്ലെന്ന അഭിപ്രായമാണ് മുന്നണി നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ബാബുവിന്റെ രാജി വേണ്ടെന്ന തീരുമാനത്തിലേക്ക് UDF എത്തിയേക്കുമെന്നാണ് സൂചന. സോളാർ കേസിലെ പുതിയ വിവാദങ്ങളിൽ LDF നടത്തുന്ന സമരങ്ങൾക്കെതിരെ രാഷ്ട്രീയപരമായ പ്രചരണ പരിപാടികളെക്കുറിച്ചും മുന്നണി നേതൃത്വം ആലോചിക്കും. ലാവ്ലിൻ കേസ് ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ പ്രചരണങ്ങൾക്ക് തടയിടുക എന്നതാണ് UDFന്റെ തന്ത്രം. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ മുന്നണി ഒറ്റക്കെട്ടായി വിവാദങ്ങളെ നേരിടണമെന്ന പൊതു തീരുമാനവും ഇന്നത്തെ യോഗം കൈക്കൊള്ളും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.